എല്ലാവർക്കും നമസ്കാരം. ഈ വീഡിയോ സെഷനിൽ നമുക്ക് ഫ്യൂസ്, MCB, ELCB എന്നിവയെക്കുറിച്ച് ചർച്ച ചെയ്യാം. MCBയുടെ തരങ്ങൾ. MCBകളെ ധ്രുവങ്ങളുടെ എണ്ണം അനുസരിച്ച് തരംതിരിച്ചിരിക്കുന്നു. ഇവിടെ ധ്രുവങ്ങൾ സ്വിച്ചുകളെ സൂചിപ്പിക്കുന്നു. ഒരൊറ്റ തൂണിൽ ഒരൊറ്റ സ്വിച്ച് ഉണ്ട്. ഒരു 2 പോളിന് വൈസ് പോലെ 2 സ്വിച്ചുകളുണ്ട്. ഒരു സിംഗിൾ പോൾ സർക്യൂട്ട് ബ്രേക്കർ സർക്യൂട്ടിന്റെ ഒരൊറ്റ ഘട്ടത്തെ സംരക്ഷിക്കുന്നു. ഒരു സ്വിച്ച് മാത്രമേ ഉള്ളൂ. ഇരട്ട പോൾ സർക്യൂട്ട് ബ്രേക്കറിന് 2 സ്വിച്ചുകളുണ്ട്. കൂടാതെ ഒരു ഘട്ടവും നിഷ്പക്ഷതയും സംരക്ഷിക്കുന്നു. 3 പോൾ സർക്യൂട്ട് ബ്രേക്കറിന് 3 സ്വിച്ചുകളുണ്ട്. അവ 3 ഘട്ടങ്ങളെയും സംരക്ഷിക്കുന്നു. 4 പോൾ MCBയിൽ 4 സ്വിച്ചുകളുണ്ട്. 3 ഘട്ടങ്ങൾ, ഒരു ന്യൂട്രൽ എന്നിവ അടങ്ങിയിരിക്കുന്നു. 4 ധ്രുവങ്ങൾ 3 ഘട്ടങ്ങളെയും 4 ധ്രുവങ്ങൾ 3 ഘട്ടങ്ങളെയും നിഷ്പക്ഷതയെയും സംരക്ഷിക്കുന്നു. MCBയുടെ നിലവിലെ റേറ്റിംഗുകൾ. ബ്രേക്കർ ട്രിപ്പ് ചെയ്യുന്ന കറണ്ടിന്റെ മൂല്യം നിലവിലെ റേറ്റിംഗ് എന്നറിയപ്പെടുന്നു. ഉപയോഗിക്കേണ്ട MCBയുടെ റേറ്റ് ചെയ്ത കറണ്ട് സംരക്ഷിക്കേണ്ട ഉപകരണങ്ങളുടെ ലോഡ് കറണ്ടിനെ ആശ്രയിച്ചിരിക്കുന്നു. ഈ മൂല്യം ഒരു സാധാരണ MCBക്ക് 6 മുതൽ 125 ആംപിയർ വരെയാണ്. അവ ഇനി പറയുന്ന റേറ്റിംഗുകളിൽ വരുന്നു: 6A, 10A, 12A, 20A, 25A, 32A, 45A, 50A, 63A, 80A, 100A, 125A. ഉദാഹരണത്തിന്, നിങ്ങളുടെ വീട്ടിൽ എയർ കണ്ടീഷനിംഗ് ഉണ്ടെങ്കിൽ 20 ആംപിയർ MCB ഇൻസ്റ്റാൾ ചെയ്യാൻ നിർദ്ദേശിക്കുന്നു. അതേസമയം സാധാരണ ലൈറ്റുകൾക്കും ഫാനുകൾക്കും 6 ആമ്പുകൾ ധാരാളം ഉണ്ടായിരിക്കണം. ഒരു MCB എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാം? MCBയുമായി ബന്ധിപ്പിക്കേണ്ട ലോഡിന്റെ നിലവിലെ റേറ്റിംഗ് കണക്കാക്കുക. ലോഡിന് അനുയോജ്യമായ നിലവിലെ റേറ്റിംഗ് ഉള്ള MCB തിരഞ്ഞെടുക്കുക. ലോഡ് കറന്റ് 4 ആംപിയർ ആണെങ്കിൽ 6 ആമ്പുകൾക്ക് MCB തിരഞ്ഞെടുക്കുക. 7 ആമ്പുകൾക്ക് 10 MCB തിരഞ്ഞെടുക്കുക. സിംഗിൾ 3 ഫേസ് സർക്യൂട്ടുകൾക്ക് യഥാക്രമം 2, 4 ധ്രുവങ്ങൾ എപ്പോഴും മുൻഗണന നൽകുന്നു. നോബ് ഓണാക്കിയും ഓഫ് ചെയ്തും MCB സ്വമേധയാ പരിശോധിക്കുക. നോബ് താഴേക്ക് വലിക്കുമ്പോൾ അത് വേഗത്തിൽ വീഴുന്നുവെന്ന് ഉറപ്പാക്കുക. MCB മൗണ്ട് ചെയ്യൽ സ്ഥലം തിരഞ്ഞെടുക്കുക. MCBകൾ എപ്പോഴും മെറ്റൽ പാനലുള്ള ഒരു ചുറ്റുപാടിൽ ഇൻസ്റ്റാൾ ചെയ്യണം. അനുയോജ്യമായ സ്ക്രൂകൾ ഉപയോഗിച്ച് ഭിത്തിയിൽ മെറ്റൽ ബോക്സ് മൗണ്ട് ചെയ്യുക. മെറ്റൽ ബോക്സിനുള്ളിൽ MCB എൻഡ് ക്ലാമ്പ് അല്ലെങ്കിൽ C ക്ലാമ്പ് ശരിയാക്കുക. ഘടിപ്പിക്കുന്നതിന് ബാറിന് നേരെ ദൃഢമായി അമർത്തി MCB മൗണ്ട് ചെയ്യുക. MCB ശരിയായ സ്ഥാനത്ത് ഉറപ്പിച്ചിട്ടുണ്ട് എന്ന് ഉറപ്പാക്കുക. അതിലൂടെ നിങ്ങൾക്ക് നോബ് മുകളിലേക്ക് ഉയർത്തിക്കൊണ്ട് അത് ഓണാക്കാനാകും. MCBയുടെ ഇൻപുട്ട്, ഔട്ട്പുട്ട് വശങ്ങളിലെ ടെർമിനലുകളെ സ്ക്രൂകൾ അഴിക്കുക. MCBയുടെ ഇൻപുട്ട് ടെർമിനലുകളിലേക്കും ലോഡ് MCBയുടെ ഔട്ട്പുട്ട് വശത്തേക്കും വിതരണ വയറുകളെ ബന്ധിപ്പിക്കുന്നു. MCB നോബ് മുകളിലേക്ക് ഉയർത്തി ലോഡ് തടസ്സമില്ലാതെ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തി വൈദ്യുതി വിതരണം ഓണാക്കുക. 1 അടി നീളമുള്ള അര ചതുരശ്ര വയറെടുക്കുക. വയറിന്റെ ഇരുവശത്തുമുള്ള ഇൻസുലേഷൻ നീക്കം ചെയ്യുക. ഇൻസുലേഷന്റെ ഭാഗത്ത് പിടിക്കുക. ഫേസ്, ന്യൂട്രൽ എന്നിവയ്ക്കിടയിൽ ദ്രുത സെക്കൻഡ് നേരത്തേക്ക് വയറിന്റെ നഗ്നഭാഗം വയ്ക്കുക. ഒരു ഷോർട്ട് സർക്യൂട്ട് ഉണ്ടാക്കുകയല്ലാതെ മറ്റൊന്നുമല്ല. തൽക്ഷണം MCB ട്രിപ്പ് ചെയ്യുകയും ലോഡിലേക്കുള്ള വൈദ്യുതി വിതരണം വിച്ഛേദിക്കുകയും ചെയ്യും. MCB ഓഫ് ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് ഇപ്പോൾ MCBയുടെ ആംപിയർ റേറ്റിംഗിനേക്കാൾ വലിയ ലോഡ് പ്രയോഗിക്കാൻ കഴിയും. ഓവർലോഡിംഗ് അല്ലാതെ മറ്റൊന്നുമില്ല. നിങ്ങൾ MCB ഓൺ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ നോബ് ഓൺ സ്ഥാനത്ത് നിൽക്കുന്നില്ല. ഓവർലോഡ് കറണ്ട് കാരണം നോബ് തുടർച്ചയായി താഴേക്ക് വീഴുന്നു. നമുക്ക് ELCBയിൽ ചർച്ച ചെയ്യാം. ELCB എന്നാൽ എർത്ത് ലീക്കേജ് സർക്യൂട്ട് ബ്രേക്കർ. MCB പോലെ ELCBയും ഒരു സ്വിച്ചാണ്. പക്ഷേ ഇത് ഭൂമി ചോർച്ചയിൽ നിന്ന് സംരക്ഷിക്കുന്നു. എർത്ത് ലീക്കേജ് സർക്യൂട്ട് ബ്രേക്കർ എന്നത് ലീക്കേജ് കറണ്ടിനെതിരെയുള്ള സംരക്ഷണത്തിന് ഉപയോഗിക്കുന്ന ഒരുതരം സർക്യൂട്ട് ബ്രേക്കറാണ്. ചോർച്ച കറണ്ട് കണ്ടെത്തുമ്പോൾ അത് വൈദ്യുതി വിതരണത്തിൽ നിന്ന് ലോഡ് വിച്ഛേദിക്കുന്നു. ഭൂമിയുടെ ചോർച്ച മാരകമായേക്കാവുന്ന വൈദ്യുതാഘാതത്തിന് കാരണമായേക്കും. ലളിതമായി പറഞ്ഞാൽ, ഒരു സുരക്ഷാ ഉപകരണമായ ELCBയുടെ പ്രാഥമിക ലക്ഷ്യം വൈദ്യുത ആഘാതത്തിൽ നിന്ന് സംരക്ഷിക്കുക എന്നതാണ്. ഏതെങ്കിലും അനധികൃത റൂട്ട് വഴി സർക്യൂട്ടിൽ നിന്ന് രക്ഷപ്പെടുന്ന ലീക്കേജ് കറണ്ട് ഇത് ട്രാക്ക് ചെയ്യുന്നു. എന്നാൽ ഓവർലോഡിംഗിൽ നിന്ന് ഷോർട്ട് സർക്യൂട്ട് കറണ്ടിനെതിരെയോ ഇതിനെ പരിരക്ഷിക്കാൻ കഴിയില്ല. RCCB അല്ലെങ്കിൽ ബാക്കിയുള്ള കറണ്ട് സർക്യൂട്ട് ബ്രേക്കർ ELCBയുടെ മറ്റൊരു പേരാണ്. ഭൂമി ചോർച്ച എന്നതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? ഭൂമി ചോർച്ചയ്ക്ക് പല കാരണങ്ങളുണ്ട്. തകർന്ന കണ്ടക്ടറുടെയോ ലൈവ് കണ്ടക്ടർ ഇൻസുലേഷന്റെ ഫലമായി ഇത് സംഭവിക്കാം. കൂടാതെ തത്സമയ കണ്ടക്ടർ ഉപകരണത്തിന്റെ ബോർഡുമായി സ്പർശിച്ചാൽ ഇത് സംഭവിക്കാം. ഒരു മനുഷ്യൻ ഒരു കണ്ടക്ടറിലോ ഉപകരണത്തിലോ സ്പർശിക്കുമ്പോൾ വൈദ്യുതധാര അവരുടെ ശരീരത്തിലൂടെയും ഭൂമിയിലേക്കും സഞ്ചരിക്കും.
ഈ ലീക്കേജ് കറണ്ട് അല്ലെങ്കിൽ ഉപയോഗശൂന്യമായ കറണ്ട് ഉപകരണങ്ങൾ ശരിയായി എർത്ത് ചെയ്തില്ലെങ്കിൽ ഒരു വൈദ്യുത ആഘാതത്തിന് കാരണമാകും. ഉദാഹരണത്തിന്, മോട്ടോറിന്റെ പുറംഭാഗം ഉരുക്കുകൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇത് അന്തരീക്ഷ സാഹചര്യങ്ങളിൽ നിന്ന് ആന്തരിക വയറിങ്ങിനെ സംരക്ഷിക്കുന്നു. വിൻഡിങ്ങിനും മോട്ടോർ ഭവനത്തിനും ഇടയിൽ ശക്തമായ ഇൻസുലേഷനും നൽകും. ചില സമയങ്ങളിൽ പ്രായമായ മോട്ടോറിൽ ഇൻസുലേഷൻ പരാജയപ്പെടുകയോ ദുർബലമാവുകയോ ചെയ്യാം. ഈ സമയത്ത് വിൻഡിങ്ങിൽ ഒഴുകുന്ന വൈദ്യുതധാര മോട്ടോറിന്റെ ഭവനത്തിലും ഒഴുകാം. മോട്ടോർ ബോഡിയിൽ സ്പർശിക്കുമ്പോൾ ഇത് വ്യക്തിക്ക് വൈദ്യുതാഘാതമുണ്ടാക്കാം. മോട്ടോർ ശരിയായി എർത്ത് ചെയ്താൽ ലീക്കേജ് കറണ്ട് ഭൂമിയിലേക്ക് ഒഴുകുകയും അവൻ അല്ലെങ്കിൽ അവൾ സുരക്ഷിതരാകുകയും ചെയ്യും. നിങ്ങൾ മോട്ടോറിനെ ELCBയുമായി ബന്ധിപ്പിച്ചാൽ മോട്ടോറിലെ ഇൻസുലേഷൻ തകരാർ പരിഹരിക്കുകയോ മോട്ടോറിന് പകരം നല്ലൊന്ന് ഘടിപ്പിക്കുകയോ ചെയ്യുന്നില്ലെങ്കിൽ അത് യാന്ത്രികമായി സർക്യൂട്ട് ട്രിപ്പ് ചെയ്യുകയോ ഓഫാക്കുകയോ ചെയ്യും. സാധാരണയായി ഇലക്ട്രിക് ഇരുമ്പുകളിലും ഈ പ്രശ്നം സംഭവിക്കുന്നു. സാധാരണയായി ഒരു ELCB രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് 30 മില്ലി ആംപിയർ ലീക്കേജ് കറണ്ടിനായി സർക്യൂട്ട് ട്രിപ്പ് ചെയ്യാനോ ഓഫ് ചെയ്യാനോ ആണ്. നമുക്കൊരു ഉദാഹരണത്തിലൂടെ ചർച്ച ചെയ്യാം. ഒരു മോട്ടോർ ELCBയുമായി ബന്ധിപ്പിച്ചിട്ടുണ്ട് എന്നും പ്രധാന വിതരണത്തിൽ നിന്ന് 5 ആംപിയർ എടുക്കുന്നുവെന്നും നമുക്ക് അനുമാനിക്കാം. അതായത് മോട്ടോർ ഫേസ് റിട്ടേണിൽ നിന്ന് ന്യൂട്രലിനെ 5 ആംപ്സ് തിരികെ എടുക്കുന്നു. മോട്ടോറിന് ശരിയായ ഇൻസുലേഷൻ ഉണ്ടെങ്കിൽ അത് ഘട്ടത്തിൽ നിന്ന് 5 ആംപ്സ് വലിച്ചെടുക്കുകയും അത് 5 ആമ്പുകൾ തിരികെ ന്യൂട്രൽ വഴി വിതരണം ചെയ്യുകയും ചെയ്യും. ഘട്ടത്തിലെ കറണ്ടും ന്യൂട്രലും തമ്മിൽ വ്യത്യാസമില്ലാത്തതിനാൽ ELCB ഓൺ സ്ഥാനത്ത് തുടരും. മോട്ടോർ ഇൻസുലേഷൻ പരാജയപ്പെടുകയും അതിന്റെ ഭവനത്തിലേക്ക് കുറച്ച് ലീക്കേജ് കറണ്ട് വലിച്ചെടുക്കുകയും ചെയ്യുന്നുവെന്ന് കരുതുക. അത് 40 മില്ലി ആമ്പുകൾക്ക് ആയിരിക്കാം. ഇപ്പോൾ മോട്ടോർ മെയിനിൽ നിന്ന് 5.04 ആംപ്സ് കറണ്ട് എടുക്കും. അത് മോട്ടോറിന്റെ പുറം ഭാഗം 40 മില്ലി ആമ്പുകളും ബാക്കിയുള്ള 5 ആമ്പുകൾ ന്യൂട്രലിലേക്കും തിരികെ കൊണ്ടുപോകും. ഇവിടെ 40 മില്ലി ആമ്പുകളുടെ ഘടകവും ന്യൂട്രലും തമ്മിൽ നിലവിലെ വ്യത്യാസം നിലവിലുണ്ട്. സർക്യൂട്ടിൽ നിന്നുള്ള വൈദ്യുതി വിതരണം ട്രിപ്പ് ചെയ്യാനോ ഓഫാക്കാനോ ELCB ഈ 40 മില്ലി ആമ്പുകൾ മതിയാകും. ELCB എങ്ങനെ തിരഞ്ഞെടുക്കാമെന്ന് നമുക്ക് ചർച്ച ചെയ്യാം. MCB പോലെ ELCB യഥാക്രമം 2 പോൾ, 4 പോൾ എന്നിങ്ങനെയുള്ള സിംഗിൾ ഫേസ്, 3 ഫേസ് സർക്യൂട്ടുകൾക്കും ലഭ്യമാണ്. നിലവിലെ സെൻസിറ്റിവിറ്റിയുടെ 3 ഇരട്ടിയിലല്ലാതെ ELCB നിലവിലെ റേറ്റിംഗ് തിരഞ്ഞെടുക്കാൻ MCBയും സമാനമാണ്. ELCBക്ക് 30 mA, 100 mA, 300 mA എന്നിവയുൾപ്പെടെ നിരവധി ട്രിപ്പിംഗ് സെൻസിറ്റിവിറ്റി ലെവലുകൾ ഉണ്ട്. മനുഷ്യന്റെ സുരക്ഷയ്ക്കുള്ള വൈദ്യുത അപകടങ്ങളിൽ നിന്ന് പരിരക്ഷിക്കുന്നതിന് സെൻസിറ്റിവിറ്റിയായി 30 mA തിരഞ്ഞെടുക്കാം. കൂടാതെ ഇലക്ട്രിക്കൽ ഉപകരണങ്ങളിൽ നിന്നുള്ള വൈദ്യുത അപകടങ്ങളെ സംരക്ഷിക്കാൻ നമുക്ക് 300 mAയുടെ സംവേദനക്ഷമത തിരഞ്ഞെടുക്കാം. ELCB എങ്ങനെ ബന്ധിപ്പിക്കാമെന്ന് നമുക്ക് ചർച്ച ചെയ്യാം. ELCB മൗണ്ടിംഗ് അല്ലെങ്കിൽ ഫിക്സിംഗ് നടപടിക്രമം MCBയുടെ പോലെ തന്നെയാണ്. ഏത് സർക്യൂട്ടിലും ELCB, MCBയും ലോഡും തമ്മിൽ ബന്ധിപ്പിച്ചിരിക്കുന്നു. ELCBയും MCBയും തമ്മിൽ എന്തെങ്കിലും തകരാർ സംഭവിക്കുകയാണെങ്കിൽ ELCB ആദ്യം ബന്ധിപ്പിക്കുമ്പോൾ MCBക്ക് ELCBയെ സംരക്ഷിക്കാൻ കഴിയില്ല. കൂടാതെ സർക്യൂട്ട് കേടായേക്കാം എന്നതിനാൽ MCB എല്ലായ്പ്പോഴും ആദ്യം ബന്ധിപ്പിച്ചിരിക്കുന്നു. ELCBക്ക് 2 നിലവിലെ റേറ്റിംഗുകളുണ്ട്. ഒന്ന് റേറ്റ് ചെയ്ത കറണ്ട്, അതായത് 16A, 20A കൂടാതെ 125A, 30 mA, 100 mA, 300 mA എന്നിങ്ങനെ നിലവിലെ സെൻസിറ്റിവിറ്റിയിൽ റേറ്റ് ചെയ്തിരിക്കുന്നു. ഈ റേറ്റിംഗ് കറണ്ട് വരെ ELCBക്ക് താങ്ങാൻ കഴിയുമെന്ന് റേറ്റ് ചെയ്ത കറണ്ട് സൂചിപ്പിക്കുന്നു. ഉദാഹരണത്തിന് ഒരു 20 ആംപിയർ ELCBക്ക് 20 ആംപിയർ വൈദ്യുതധാരയെ നേരിടാൻ കഴിയും. അതായത് 20Aയിൽ കൂടുതൽ കറണ്ട് ഒഴുകുമ്പോൾ അത് കേടാക്കും. ഒരു ELCBക്ക് 100 mA റേറ്റിംഗ് ഉണ്ടെന്ന് കരുതുക. അതായത് 100 mA അല്ലെങ്കിൽ 100 mAയിൽ കൂടുതൽ ലീക്കേജ് കറണ്ട് സംഭവിക്കുമ്പോൾ ELCB ട്രിപ്പായിരിക്കും. അതിനാൽ എല്ലായ്പ്പോഴും ELCBയുടെ റേറ്റ് ചെയ്ത കറണ്ട് MCBയുടെ നിലവിലെ റേറ്റിംഗിനേക്കാൾ വലുത് തിരഞ്ഞെടുക്കുക. ഉദാഹരണത്തിന്, നിങ്ങൾ ഒരു 20A MCB ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾ 20Aയിൽ കൂടുതൽ റേറ്റ് ചെയ്ത് നിലവിലെ റേറ്റിംഗിന്റെ ELCB ഉപയോഗിക്കണം. MCBയുടെ നിലവിലെ റേറ്റിംഗിനേക്കാൾ കുറവുള്ള ഒരു ELCB നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ ELCB കേടാകും. നിങ്ങൾക്ക് 6 സബ് സർക്യൂട്ടുകളുണ്ടെന്ന് നമുക്ക് അനുമാനിക്കാം. ഓരോ സബ് സർക്യൂട്ടും 6 ആംപ് സിംഗിൾ പോൾ MCB കൊണ്ട് സംരക്ഷിച്ചിരിക്കുന്നു. അതിനാൽ 2 പോൾ MCBയുടെ 36 ആമ്പുകൾക്ക് പ്രധാന വിതരണ വശത്ത് ഒരു പൊതു MCB ഇൻസ്റ്റാൾ ചെയ്യണം. തുടർന്ന് നിങ്ങൾ ELCB തമ്മിൽ ബന്ധിപ്പിച്ചിരിക്കുന്നു.
മെയിൻ MCB, സബ് സർക്യൂട്ട് MCBകൾ 36 ആമ്പുകൾ കുറയാതെ നിലവിലെ റേറ്റിംഗും സെൻസിറ്റിവിറ്റി 30 മില്ലി ആമ്പുകളും. ഈ വീഡിയോ സെഷനിൽ നിന്ന് നിങ്ങൾക്ക് ഫ്യൂസ്, MCB, ELCB എന്നിവ ഒരു ഇലക്ട്രിക്കൽ സർക്യൂട്ടിലേക്ക് പ്രയോഗിക്കാനോ ബന്ധിപ്പിക്കാനോ പരീക്ഷിക്കാനോ കഴിയുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. കണ്ടതിന് നന്ദി. ഒരു നല്ല ദിനം ആശംസിക്കുന്നു.